മാസപ്പടി കേസിൽ അന്വേഷണം പിണറായി സർക്കാരിലേക്ക്. കരിമണൽ കമ്പനിക്ക് ഇടത് സർക്കാരിൽ നിന്ന് ലഭിച്ച സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം. വീണയെ വീണ്ടും ഇഡി ചോദ്യം ചെയ്യും. മദ്യനയത്തിൽ തീരുമാനം UDF-ലെന്ന് ആവർത്തിച്ച കോൺഗ്രസ് മന്ത്രിമാർ. മദ്യ ഉപഭോഗം കുറയ്ക്കണമെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാടെന്ന മന്ത്രി മോൻസ് ജോസഫ്. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കം UDF തള്ളണമെന്ന് KCBC ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന് സംസ്ഥാനത്തെ ലഹരി മാഫിയയുടെ വേരറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂകമ്പമുണ്ടായ വെനസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ പുറപ്പെട്ടു. കരസേനയുടെ മെഡിക്കൽ സംഘവും ടീമിൽ. രക്ഷാപ്രവർത്തനത്തിന് 41 അംഗ സംഘം. അയോധ്യയിലെ സംഭാവന തട്ടിപ്പിൽ അന്വേഷണം ഊർജിതം. വിവാദങ്ങൾക്കിടെ VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായി രാജിവെച്ചു. രാമക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജി നൽകി. രാജി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തെന്ന് ട്രസ്റ്റ്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടനെന്ന സൂചന. ധർമ്മേന്ദ്ര പ്രധാനും ഹർദീപ് സിംഗ് പുരിയും പുറത്തേക്ക്. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസും അനുരാഗ് ഠാക്കൂറും മന്ത്രിസഭയിലെത്തിയേക്കും. അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തിയതിനു പിന്നാലെ SIR ഉൾപ്പെടുത്തി NCERT. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയും. 500 മുതൽ 700 രൂപ വരെ കുറയാൻ സാധ്യത. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിലും മാറ്റമുണ്ടായേക്കും. എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു. ഞായറാഴ്ച മുതൽ പരക്കെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിങ്കളാഴ്ച മുതൽ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് UDF നീക്കം. ഭരണസ്തംഭനമെന്നും മാലിന്യ നീക്കം തടസ്സപ്പെട്ടെന്നും UDF. അവിശ്വാസം വന്നാൽ നേരിടുമെന്നും 5 വർഷത്തേക്ക് സുരക്ഷിതമെന്നും മേയർ VV രാജേഷ്. അറസ്റ്റിലായ കൗൺസിലർ സുഗതന് ജാമ്യം ലഭിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മേയർ. സംഘർഷമുണ്ടായത് CPM-ന്റെ അഴിമതി പുറത്തായപ്പോഴെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ചത് 6 ധീര സൈനികർ. പേരുകൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. വീരമൃത്യു വരിച്ചത് 5 കരസേനാ അംഗങ്ങളും 1 വ്യോമസേനാ അംഗവും. രാജ്യത്തിന്റെ ധീര സൈനികർക്കായി നിർമ്മിച്ചിട്ടുള്ള ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകം ത്യാഗ് ചക്രയിൽ ഇവരുടെ പേരുകൾ ആലേഖനം ചെയ്തു. അയർലൻഡിനെതിരായ ആദ്യ T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വൈഭവ് സൂര്യവംശി കളിക്കില്ല. വൈഭവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബെൽഫാസ്റ്റിൽ ഇന്ന് നടക്കുന്നത് നായകനായി ശ്രേയസ് അയ്യരുടെ അരങ്ങേറ്റ മത്സരം.